പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ നൽകേണ്ടതില്ല എന്ന് ഡൽഹി ഹൈക്കോടതി. വിവരങ്ങൾ കൈമാറാൻ ഡൽഹി സർവകലാശാലയ്ക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെയുള്ള ഹർജിയിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ്. പി ബസന്ത് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ബസന്ത്, വീണ്ടും പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും ബിരുദവും ഒക്കെ ചർച്ചയാവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വിവരം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തിയിട്ടുള്ളത്? അല്പസമയം മുമ്പ് മാത്രമാണ് വിധി വന്നിട്ടുള്ളത്. അതിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡൽഹി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലുള്ള ജസ്റ്റിസ് സച്ചിൻ ദത്തയുടെ നേതൃത്വത്തിലുള്ള സച്ചിൻ ദത്തയാണ് ഇപ്പോൾ വിധി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. 2017 കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ 1978 BA ബിരുദം പാസ്സായ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കൈമാറാൻ ഡൽഹി സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഈ കാലഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നു എന്നുള്ള ഒരു പ്രസ്താവന ഉണ്ടായത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ഫയൽ ചെയ്തിട്ടുള്ള സത്യവാങ്മൂലത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വിവരങ്ങൾ കൈമാറാൻ ഉള്ള ആ നിർദ്ദേശത്തിനെതിരെ 2017 തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ആദ്യത്തെ ഹിയറിംഗിൽ തന്നെ സ്റ്റേ ചെയ്തതാണ്. അതിനുശേഷം ഇത്രയും കാലത്തിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു വിധി വരുന്നത്. ഉത്തരവ് അല്പസമയം മുമ്പാണ് പറഞ്ഞത്. അതിൽ പ്രധാനമായും ഈ വിവരങ്ങൾ കൈമാറേണ്ടതില്ല എന്നുള്ള തന്നെയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ഡൽഹി സർവകലാശാലയെ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഡൽഹി സർവകലാശാലയ്ക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ എടുത്ത അന്നത്തെ നിലപാട് എന്ന് പറയുന്നത് ഈ ഒരാളുടെ ബിരുദം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ വസ്തുവാണ്, അത് പൊതു ഇടത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല എന്നുള്ളതാണ് അന്ന് സ്വീകരിച്ച നിലപാട്. കോടതിയെ വേണമെങ്കിൽ കാണിക്കാം, ആ ഒരു ബിരുദ സർട്ടിഫിക്കറ്റ് നിലവിലുണ്ട് എന്നുള്ളതായിരുന്നു. അന്ന് ഈ സമയത്ത് ഇത് വലിയ വിവാദമായ ഒരു സാഹചര്യത്തിൽ, അതായത് പ്രധാനമന്ത്രിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്ന സമയത്ത് അന്ന് ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയും അമിത്ഷായും ഒരു വാർത്താ സമ്മേളനത്തിൽ അന്നത്തെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് എല്ലാവരെയും കാണിച്ചിരുന്നു. അതിൽ പ്രധാനമന്ത്രി BA പാസ്സായിരിക്കുന്നത് എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിലാണ് എന്നായിരുന്നു അതിൽ രേഖപ്പെടുത്തിയിരുന്നത്. എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് പിന്നീട് കോടതിയിൽ വരികയും ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയും ചെയ്തിരിക്കുന്നത്. ഉത്തരവ് മാത്രമാണ് ഇപ്പോൾ കോടതിന്റെ വിശദമായി അതിന്റെ വിധി പകർപ്പ് ലഭിച്ചാൽ മാത്രമേ എന്താണ് കോടതിയിലെ എത്തിയിട്ടുള്ള ഒരു നിലപാട് എന്ന് അറിയാൻ കഴിയൂ. ശരി ബസന്ത.